ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ. ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റുന്നില്ല. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പാറിയെത്തുന്നത് ഓണത്തുമ്പികളാണ്. അങ്ങനെ വരുന്ന ഓണത്തുമ്പികളെ വരെ ഇന്ന് ഓണമല്ല ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ചിരുന്നു നമ്മുടെ പ്രകാശൻ. അല്ലേ പ്രകാശ? ഓണമായോ? നമ്മളിതൊന്നും അറിയുന്നില്ല. നോക്കറേട്ടോ, കുറെ ഷർട്ട് ഇറക്കുന്നുണ്ടല്ലോ. എവിടുന്നായത്? അത് ഓരോരോ സൈറ്റിലൊക്കെ കയറി എടുക്കുന്ന. അതേ സൈറ്റ് നമ്മളൊന്നും കാണുന്നില്ലല്ലോ. വല്ലപ്പോഴും തുണിയുള്ള സൈറ്റിലൂടെ ഒക്കെ കയറണം. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്? 12 പണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ? അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്നത് ശരിയല്ലേ ഉല്ലാസനെ? ഈ കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കാത്ത ആരുടെ കുറ്റമാണ്? നമ്മുടെ കുറ്റമാണോ? അവരുടെ കുറ്റമല്ലേ? അവരങ്ങനെ ഒരു കുറ്റം ചെയ്തെന്ന് വെച്ച് നമ്മൾ അവരോട് പിണക്കം കാണിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പൊ ആ കല്യാണത്തിന് പോയി നമുക്ക് മൃഷ്ടാന്നമായിട്ട് കഴിക്കാം. മകരന്തമാലയ മാങ്ങാത്തൊലികൾക്ക് മാമ്പൂ മണക്കുന്ന മഞ്ഞുകാലം. മകരന്തമാലയ മാങ്ങാത്തൊലികൾക്ക് മാമ്പൂ മണക്കുന്ന മഞ്ഞുകാലം. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്ക് മുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയടേ? 2-3 കൈയായിട്ട് വന്നേണ്. പിന്നെ ഭക്ഷണം വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ. മൈ ഡയറ്റ് ഈസ് വെരി ലൈറ്റ്. രാവിലെ ഒരു 8 മുട്ട, 2 ഗ്ലാസ് റവക്കഞ്ഞി, പിന്നെ ഉച്ചക്കൊരു കോഴും, കുറച്ച് പൊടിയരി കഞ്ഞും, ഉപ്പ് വേണ്ട. പിന്നെ വൈകുന്നേരം 2 ഗ്ലാസ് ഗോതമ്പ് കഞ്ഞി, അതിലുപ്പ് വേണം. സെക്സ് പറയൂ. ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സംഭവമാണ്. അന്ന് എനിക്ക് 16-15 വയസ്സുള്ള ഒരു സമയം. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അവിടെ ആരുമില്ലായിരുന്നു. എന്നോട് പറഞ്ഞു, ഇന്ന് വൈകിട്ടൊന്ന് കൂട്ടുകിടക്കാൻ വരാമോ എന്ന്. അല്ല, സെക്സ് പറയാനാ പറഞ്ഞു. അതാ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. എടോ, താൻ ആണാണോ പെണ്ണാണോ എന്നൊന്ന് പറയാൻ. കണ്ടിട്ട് എന്താ തോന്നുന്നു? ആകെ 1/2 ഇഞ്ചിന്റെ കുഴലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. 30 ഇഞ്ചിന്റെ കുഴലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് ഓരോരുത്തരും തിന്നണത്. ഓരോ തീറ്റ കഴിയുമ്പോഴും ഞാൻ 1-2 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അങ്ങനെ അച്ഛനെയും അമ്മയെ വിശ്വസിപ്പിക്കും എന്റെ അവസാനത്തെ തീറ്റയും കഴിഞ്ഞെന്ന്. അത് കഴിയുമ്പോൾ അടുക്കള വാതിക്കൽ ചെന്ന ഒരു ചോദ്യമുണ്ട്, അമ്മേ തിന്നാൻ വല്ലതുണ്ടോ? ഇത്രയും നല്ല സാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് 2 വീശിയിരുന്ന നന്നായിട്ട് വിസ്തരിച്ചുണ്ടായിരുന്നു. ഒരു പ്രശ്നം എന്താണ്? ലോകത്തൊരു ഡോക്ടർമാർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു മാരകമായ അസുഖത്തിന്റെ ഉടമയാണ് ഞാൻ. അയ്യോ, അതെന്താണ്? വിശപ്പ് വേറെന്ത് എന്താ എന്നറിയില്ല, ഇടക്കിടക്ക് ഇങ്ങനെ വിശക്കും. ഇതാണ് എന്റെ അസുഖം. പണ്ട് കണക്ക് സാറ് പഠിപ്പിച്ച സൈനും കോസൊക്കെ ഓർമ്മയുണ്ടോടെ? സൈനും കോസൊക്കെ മറന്നുപോയി, പക്ഷെ തീറ്റ ഇപ്പോഴും കൂടെ ഉണ്ട്. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ.
അയ്യോ ആണ്ടവാ കുട്ടി ഓടി വാടാ നന്ദി കേട്ടോ എന്തു പറ്റി അടി പിടിച്ചുട്ടാ മസിൽ അടി പിടിച്ചു ബോഡി അറിയില്ല എടുത്തോട്ടോ ഇങ്ങോട്ട് വന്നേ വാ പിടിച്ചേ മസിൽ ഉടക്കാതെ കൊണ്ടു അതെ എന്നെ പിടിക്കാൻ കൊണ്ടോണേ അടപ്പിന്റെ മുകളിൽ വെക്കാൻ ഇവന് കഴിക്കാനായിട്ട് അപ്പോ മോട്ടോറോസ്റ്റ് കൊടുക്കും. വേണ്ട ഞാൻ പല്ലിയതില്ല പുട്ടും കടലേ മതി. 2 പപ്പടം വെച്ചേക്ക് ഒരു ഭംഗി ഇരിക്കട്ടെ. ആരാ വാസു തല്ലിട്ട് പോയെ? ആരോടും പറയണ്ട, എന്നെ തല്ലിയതിന് ഞാൻ ടൗണിൽ നിന്ന് ആളെ ഇറക്കിയതാ. ഓഹോ, രൂപ 2000 ചെലവ്. എന്നെ നോയിച്ചണ്ടല്ലോ, ഞാൻ തന്നെ മേടിച്ചു പോയി. അധികംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ ഇത്. മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? ഇവിടെ സാമ്പാർ സപ്ലയർ, ഇത്തിരി സാമ്പാർ താങ്ങിയേ. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ ചെക്കൻ്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകെട്ടോ. മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. എത്ര ദിവസം കിടക്കും? കിടന്ന സ്ഥലത്ത് പല സ്ഥലത്തും കണ്ടല്ലോ. ഒരു സാമൂഹ്യ ബോധമില്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കുന്നു. കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അലയിനടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. മാർക്കറ്റിൽ എന്ത് പിടിക്കാൻ പോണ്? ഇറച്ചി, മീന്, കക്ക. ഇറച്ചി മീൻ ഇന്നലെ കക്കണ്. കാശ് കൊടുത്ത് മേടിച്ചോടെ? ഞാൻ ചാറിലേ വെച്ചുള്ളൂ. ഇതിനകത്തൊരു പീസ് ഇത് തിരിച്ചെടുത്തോ. ആദ്യമായിട്ടാ ചാറ് വാങ്ങിയിട്ട് ഒരാള് കഷ്ണം തിരിച്ചായിരുന്നു. മോൻ കഴിച്ചോ? കാടയുണ്ടോ? കാടയിറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാടയും കൊക്കൊക്കെ. നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ്. കറക്റ്റാണ്. പുളിശ്ശേരി എന്ന് പറഞ്ഞാലല്ലോ നല്ല തൈലം പോലെ ഇരിക്കും. ഒഴിച്ച് അവിടെ നിന്ന് ഓളം വിട്ടു. പിന്നെ മീന് ചുമ്മാ മത്തി കറി വെച്ച് തരുമല്ല, നല്ല നെയ്മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുടംപുളിയൊക്കെ ഇട്ട് ഒരു ചുവന്ന കളറിങ് വെച്ച് തരും. അതൊന്ന് തൊട്ട് നോക്കിയാൽ ഒരാഴ്ച അതിന്റെ ടേസ്റ്റ് നിൽക്കൂടാ. ബീഫില്ലേ? ബീഫോ വെള്ളം ഇറക്കിട്ട് പറയണം. ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരാശ്വാസം. ഒക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാൻ? ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. എന്തോരം പ്രേമമായിരുന്നറിയാം എനിക്ക്. ഇഷ്ടം പോലെയായിരുന്നു. ഒരു ഗിരിജ, സരള, കുസുമം, പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു, ഒരു ഫാത്തിമ, ഒരു ക്രിസ്ത്യൻ പെണ്ണുണ്ടായിരുന്നു. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബേളം ഉണ്ടാക്കാതെ പോണം. എടി അലവരാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. കാശെന്ന് പറഞ്ഞാ എത്ര? ഊണിനൊക്കെ എന്ത് ചാർജ് ചെയ്യും? തന്നെ പോലെ വെട്ടി വിഴുകുന്ന ഒരുത്തിനാവുമ്പോ ദിവസം ഒരു 10-25 രൂപ വേണ്ടി വരും. 10-60 വയസ്സായി, എന്നിട്ട് കൊച്ചു പിള്ളേരുമാരി നിക്കറിട്ട് നടക്കുക. നാനുണ്ടോ? പോയി മുണ്ടെടുത്ത് കൊടുക്ക്. എന്താ? പോയി മുണ്ടെടുത്ത് കൊടുക്ക്. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന? എനിക്ക് പ്രഷറിന്റെ. ഇതെല്ലാം കൂടി വാരി തിന്നാ പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നല്ലോടി. നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടാവും. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10 കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി?
ഈ പരിപാടി ഊണ് കഴിക്കല് ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു എന്നാണല്ലോ. എൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടിയിലെട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു, അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണ്ടേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി, ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു, അപ്പളെ നീ പഠിക്കുള്ളൂ. ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോയതിന്റെ വേദന അതൊന്നും വേറെയാ. ഒന്ന് വേറെ ആയോണ്ടല്ലേ മാറിപ്പോയെന്ന് പറയുന്നത്. അതെ, നിനക്കറിയോ ഞാൻ പ്രസവിക്കുമ്പോ നീ പ്രസവിച്ച ഞാനല്ല, ഞാനെന്ന് പറയുന്ന എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ഈ മുഖത്തുനിന്ന് ചോര എങ്ങനെ തൊട്ടെടുക്കാൻ മുഖത്ത് ചൊറയുണ്ടായിരുന്നു. അതല്ല, നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിരുന്നു. എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരന് കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ആ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ഈ ഇരിക്കടത്തെ. ശരിക്കുള്ള ഞാൻ എവിടെയോ ആ കോടീശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്തല്ല സുന്ദര കുട്ടപ്പനായിട്ട് കഴിയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കണം ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. എടാ എടാ ഇങ്ങനെ കുടിക്കല്ലേ, നിന്റെ ചങ്ക് വാടിപ്പോവും. വാടട്ടെ, എനിക്കെന്താ, എന്റെ ചങ്കല്ലല്ലോ, ആ കരിഞ്ഞുണങ്ങിയ തെണ്ടിയുടെ ചങ്കല്ലേ. ചാകട്ടെ, ഈ ചതിയ ചാകട്ടെ. ഞാൻ ഏതോ കോടീശ്വരന്റെ വീട്ടില് നല്ല വെളുത്ത് തൊടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് നല്ല അടിപൊളി ഭാര്യയായിട്ട് നല്ല പാലും പോൽവിറ്റൊക്കെ കുടി. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. നിന്നെ ജീവനോട് അതേടാ, ഞാൻ നിനക്കൊരു ശല്യാണെന്ന് എനിക്കറിയാടാ. മാത്രമല്ലടോ താഴെ ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടും. അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. നിന്നെ കണ്ടിപ്പോ എത്ര പ്രായം തോന്നിക്കും? ഒരു 30. 30. നീ അടുത്ത് കണ്ണാടി നോക്കാറില്ലല്ലേ? ഏതെങ്കിലും കുട്ടികൾ നിന്നെ ഈ അടുത്ത് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ടാ? എല്ലാരും അങ്കിൾ അങ്കിൾ എന്നല്ലേ വിളിക്കാറ്. ഷിജു നിന്നെ കണ്ടുകഴിഞ്ഞ ഒരു 40-42 തോന്നിക്കും അമ്മേ. ഏജ് ഓവറായി, ഫീൽഡ് ഔട്ട്. നമ്മളിപ്പോ ഈ 2 അടിക്കുന്നതിനെ കുറിച്ച് ഇത്രയും ആലോചിക്കുന്നെങ്കിൽ ഈ മിസൈലൊക്കെ ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാരില്ലേ, അവരൊക്കെ എന്തോരം ആലോചിക്കണമെന്ന്. അവരിത്ര ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് ഓൾറെഡി മിസൈൽ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ നമ്മുടെ സംഭവം അതല്ലല്ലോ. ഒന്നാമത് അടിക്കണേ കാശില്ല, കാശ് എവിടുന്നേലും ഒപ്പിക്കണം. ഇനി കാശില്ലെങ്കിൽ വേറെ ആരുടെയും കാല് പിടിക്കണം, അവനോട് ഇരക്കണം. ഇതെല്ലാം റെഡിയായി കാശ് കിട്ടിക്കഴിഞ്ഞാൽ ബീവറേജിൽ പോയി ക്യൂ നിൽക്കണം. അപ്പൊ നമുക്കാ റിസ്ക്. മിസൈൽ ഉണ്ടാക്കുന്നവർക്ക് ഒരു റിസ്കും ഇല്ല. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാനിത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാനെന്തല്ലോ സ്വപ്നം കണ്ടോടാ. നമ്മൾ 3 വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അടി, പിടി, വെട്ട്, കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. ഉത്സവപ്പറമ്പുകൾ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. ഉത്സവം പ്രമാണിച്ച് കൂലിത്തല്ലിനോടനുബന്ധിച്ചുള്ള പൊളിച്ചെറി തികച്ചും സൗജന്യം. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. നിങ്ങളുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ വഴിയും കൊട്ടേഷനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. 2006 ഏപ്രിൽ മുതൽ ഗുണ്ടബിനു അടി ആൻഡ് പിടി കോളേജിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ
ആരംഭിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വികലാംഗ പെൻഷനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകുന്നു. ഗുണ്ടബിനു. കാലങ്ങളായുള്ള സേവനം, വഴിപിഴച്ച ജീവിതം, ഞങ്ങളുടെ മുഖമുദ്ര. ഗുണ്ടബിനു. ഗുണ്ടബിനു. വെറൈറ്റി അല്ലേ?